ഇത്രയും നാണം കെട്ട ഒരു ബിഗ് ബോസ് സീസൺ വേറെ ഇല്ലാന്ന് തന്നെ പറയാം. ഒന്നിൽ മസ്താനി കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ആരോപണം എനിക്ക് വെറും ഒരു തേർഡ് റേറ്റ് ഗെയിം മാത്രമായിട്ടാണ് തോന്നിയത്. ആ ഒരു ഗെയിം കളിച്ച് ലക്ഷ്മിനോട് എനിക്ക് വെറും പുച്ഛം മാത്രമെന്നാണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഞാൻ ആ വീഡിയോ പലവട്ടം വീണ്ടും കണ്ടു നോക്കി. പക്ഷേ എനിക്ക് അവിടെ ഒരു ബാഡ് ഇന്റൻഷൻ ഉള്ളതായിട്ട് തോന്നിയില്ല എന്ന് പറയാം. കാരണം അവർ ആ സ്റ്റാൻഡിൽ തട്ടി ഒന്നിൽ വീഴാൻ പോയപ്പോൾ ഫ്രണ്ടിലുണ്ടായ മസ്താനി കയറി പിടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിലൊരു ബാഡ് ഇന്റൻഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയണം. അതുപോലെ ഈ ഒരു വിഷയത്തിൽ മസ്താനിയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മേ ബി ഷീ ഫെൽ ബാഡ്. അത് ഓക്കെ തന്നെയാണ്. എൻ്റെ മസ്താനിക്ക് ധോണിയിലായിട്ട് പ്രൈവറ്റായിട്ട് തീർക്കണമെന്നാണ്. അവിടെയാണ് ലക്ഷ്മി തൻ്റെ തേർഡ് റേറ്റ് ഗെയിം കളിച്ചതും മസ്താനി കയറി പിടിച്ച് ഒണിയിൽ പിടിച്ചെന്ന് ആക്കി തീർത്തത്. അത് വളരെ മോശമായിട്ടുള്ള ഗെയിം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലക്ഷ്മിയുടെ നടത്തും സ്റ്റൈലും ആറ്റിറ്റ്യൂഡും കണ്ട വെൽ ക്ലാസ് റേഡിയോ പോലെ തോന്നും. പക്ഷെ വർത്താനം മൊത്തം ഒരു അഴുക്ക് വർത്താനമാണ്. ഈവൺ ഇപ്പോൾ ആദിലെന്നവരുടെ വിഷയത്തിൽ പോലും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇനി ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേബി ഫാക്ടറി അത് ബിഗ് ബോസ് 100 കൊടുത്തിട്ടുള്ള 7ന്റെ പണി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ബിഗ് ബോസ് നല്ല വൃത്തി കളിച്ചിട്ടുണ്ട് ഇവൺ ഇന്നത്തെ ഇൻഡസ്ട്രിയൽ വിസിലൂടെയും. പിന്നെ എടുത്തു പറയാൻ തോന്നുന്നത് അക്ബർ ആൻഡ് ടീമിന്റെ ഗെയിമാണ്. ആദ്യ ദിവസം കുറച്ച് പാളെങ്കിലും ഡേ 2 ഡേ 3 അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കളിച്ചിരുന്നു.